അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുറൈശികളാകട്ടെ ബനൂ ഇസ്രായേലികളാകട്ടെ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അവഗണിച്ച് അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ചവർക്ക് അള്ളാഹു അർഹമായ ശിക്ഷ അതിൻ്റെ സമയത്ത് നൽകുമെന്ന സൂചന കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞിരുന്നു. അത് ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ പരാജയപ്പെടുത്താൻ വേണ്ടി നിലകൊള്ളുന്നവർക്ക് അള്ളാഹു അതിൻ്റെ സമയത്ത് അവർ അർഹിക്കുന്ന പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. അവർ നിങ്ങൾക്ക് സത്യവിശ്വാസികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ സത്യമാർഗത്തിൽ നിന്ന് പിന്മാറരുത്, അവർക്ക് നിങ്ങൾ വഴങ്ങുകയുമരുത് എന്ന് സത്യവിശ്വാസികളോട് പറയുന്നതാണ് ഇന്ന് പഠിക്കുന്ന 111 മുതൽ 113 വരെയുള്ള 3 ആയത്തുകളിൽ പറയുന്നത്. وَإِنَّ كُلًّا لَّمَّا لَيُوَفِّيَنَّهُمْ رَبُّكَ أَعْمَالَهُمْ إِنَّهُ بِمَا يَعْمَلُونَ خَبِيرٌ. وَإِنَّ كُلًّا لَّمَّا لَيُوَفِّيَنَّهُمْ رَبُّكَ أَعْمَالَهُمْ. തീർച്ചയായും എല്ലാവർക്കും അവരുടെ കർമ്മഫലം നിന്റെ റബ്ബ് പൂർണ്ണമായി നൽകുക തന്നെ ചെയ്യുന്നുണ്ട്. ഇന്ന തീർച്ചയായും കുല്ലൻ എല്ലാവർക്കും ലമ്മാല യുവഫിയന്നഹും പൂർത്തീകരിച്ച് നൽകുക തന്നെ ചെയ്യുന്നുണ്ട്. റബ്ബുക നിന്റെ റബ്ബ് അഅ്മാലഹും അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നഹു ബിമാ യഅ്മലൂന ഖബീർ. തീർച്ചയായും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഖബീർ എന്നാൽ ഒന്നും വിട്ടുപോവാതെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവൻ എന്നാണ്. ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തത്ഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. ഫസ്തഖിം അതുകൊണ്ട് താങ്കൾ നേരായി നിൽക്കുക. കമാ ഉമിർത താങ്കൾ കൽപ്പിക്കപ്പെട്ടതനുസരിച്ച്, താങ്കളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള നേർമാർഗത്തിൽ താങ്കൾ പതറാതെ നിലകൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. വമൻ താബ മഅക താങ്കളോടൊപ്പം അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ടുള്ളവരും താങ്കളും സത്യവിശ്വാസികളും ഇവർ സൃഷ്ടിക്കുന്ന ഈ ശത്രുക്കൾ സൃഷ്ടിക്കുന്ന ഭയത്തിൻ്റെയും പ്രതിബന്ധങ്ങളുടെയും സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിലകൊള്ളുക. കുപ്രചരണങ്ങൾ അഴിച്ചുവിടും, ഭീകരവാദികളാണെന്ന ചാപ്പകുത്തും, കായികമായി ആക്രമിക്കും, ഭീഷണിപ്പെടുത്തും. ഇതൊക്കെ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകും. നിങ്ങളെ സത്യമാർഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി അവർ ഈ രൂപത്തിലൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ പിടിച്ചു നിൽക്കുക, ഉറച്ചു നിൽക്കുക. വലാ തത്ഗൗ നിങ്ങൾ പരിധികൾ ലംഘിക്കരുത്. അവരുടെ ഭീഷണിക്കും പ്രലോഭനങ്ങൾക്കും വഴങ്ങി നിങ്ങൾ നേർമാർഗത്തിൽ നിന്ന് മാറി അള്ളാഹുവിൻ്റെ നിയമ പരിധികൾ ലംഘിക്കുന്ന സ്ഥിതിയിലേക്ക് പോവരുത്. ഇന്നഹു ബിമാ തഅമലൂന ബസീർ. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. തുടർന്ന് അടുത്ത ആയത്തിൽ അക്കാര്യം തന്നെ ഊന്നി പറയുകയാണ്. ولا تركنوا إلى الذين ظلموا فتمسكم النار وما لكم من دون الله من أولياء ثم لا تنصرون. വലാ തെർക്കനു ഇലല്ലദീന ളലമു ധിക്കാരികളിലേക്ക്, അക്രമം പ്രവർത്തിക്കുന്നവരിലേക്ക് നിങ്ങൾ ചായരുത്. അവരോട് നിങ്ങൾ ചായ്വ് കാണിക്കരുത്. ശത്രുക്കളോട് അനുഭാവം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ അവർക്ക് വഴങ്ങരുത്, അവരിലേക്ക് ചാഞ്ഞു പോകരുത്. അവർക്ക് അധികാരവും സ്വാധീനവും ഉണ്ടെങ്കിൽ പല ഓഫറുകളും പ്രലോഭനങ്ങളും പറഞ്ഞുകൊണ്ട് നിങ്ങളെ അവർ വശത്തിലാക്കാൻ ശ്രമിക്കും. അവരുടെ ഓഫറുകൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ കൂടെ നിങ്ങൾ കൂടരുത്. ഫതമസ്സക്കുമുന്നാർ അപ്പോൾ നിങ്ങളെ നരകം പിടികൂടും, നിങ്ങൾ ശിക്ഷിക്കപ്പെടും, നിങ്ങൾ അവരെ പോലെ നരകത്തിന് അവകാശികളായി തീരും. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും അള്ളാഹു വെറുതെ പറയുന്നതല്ലല്ലോ. നമുക്കറിയാമല്ലോ, എല്ലാ കാലത്തും ശത്രുക്കളുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങുന്ന മുസ്ലിങ്ങൾ എത്രയോ ഉണ്ട്. ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായി സഹകരിച്ചുകൊണ്ട് സ്വന്തം ഇസ്ലാമിക നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയ അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് വേറെ രക്ഷകരില്ല.
ഭയവും ഭീഷണിയും ഒഴിവായി സുരക്ഷയോടെ കഴിയാമെന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ ശത്രുക്കൾക്ക് വഴങ്ങുന്നത്. എന്നാൽ അള്ളാഹുവിനേക്കാൾ വലിയ സംരക്ഷകൻ ആരാണുള്ളത്? അള്ളാഹുവിനേക്കാൾ വലിയ ആരാണുള്ളത്? സുമ്മല തുൻസറൂൻ, പിന്നെ നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല. നിങ്ങൾ ശത്രുക്കളുടെ അടുക്കൽ രക്ഷ തേടുകയാണെങ്കിൽ പിന്നെ അള്ളാഹു നിങ്ങളെ രക്ഷിക്കുകയില്ല. അവൻ്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അവൻ പിന്നെ നിങ്ങളെ സഹായിക്കുകയില്ല എന്നാണ് സുമ്മല തുൻസറൂൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. ദീനിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ അള്ളാഹു സംരക്ഷിച്ചു കൊണ്ടിരിക്കും. അതിനായി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴികളിലൊന്നാണ് നമസ്കാരം. അതിനെക്കുറിച്ചാണ് തുടർന്ന് പറയുന്നത്. ഇൻഷാ അള്ളാഹ് അത് നാളെ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.